നമുക്കെല്ലാവർക്കും അറിയാം, അധികാരത്തിലെത്തിയാൽ PM ശ്രീ പദ്ധതിയെ ഞങ്ങൾ അറബിക്കടലിൽ അറിയുമെന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളായിരുന്നുവെന്ന് പൊതുവേദിയിൽ നിന്നും കയ്യടി വാങ്ങാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തൊണ്ടപൊട്ടി വിളിച്ചു പറഞ്ഞ വരികളാണിത്. എന്നിട്ടിപ്പോൾ എന്തുപറ്റി? ആ അറബിക്കടൽ എവിടെ പോയി? വീരവാദങ്ങൾ പറഞ്ഞ് ആവേശമൊപ്പിച്ച ലീഗ് നേതാക്കൾ എവിടെ? UDF നേതാക്കൾ എവിടെ? കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ, കടന്നുകയറ്റങ്ങൾക്കെതിരെ പടക്കിറങ്ങുമെന്ന് പറഞ്ഞ VD സതീശൻ ഇപ്പോൾ ഏത് താല്പര്യത്തിന് മുമ്പിലാണ് ആയുധം വെച്ച് കീഴടങ്ങുന്നത്? അന്ന് ലീഗ് നേതാക്കൾ ജനങ്ങൾക്ക് കൊടുത്തത് പച്ചക്കള്ളമായിരുന്നു. തർക്കം പാത്തിരുന്ന് അണികളെയും ജനങ്ങളെയും വഴിതിരിച്ചു വിടുന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? അറബിക്കടലിലേക്ക് എറിയുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ എറിഞ്ഞു കളഞ്ഞത് സ്വന്തം വാക്കിനെയും രാഷ്ട്രീയ അന്തസ്സിനെയുമാണെന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു യൂട്ടേണിന്, ഈ ഒരു വാക്കുമാറ്റത്തിന്, ഈ നിലപാടില്ലായ്മയ്ക്ക് എന്ത് ന്യായീകരണമാണ് UDFന് നൽകുവാൻ സാധിക്കുന്നത്? ഇവർ ഈ തുടക്കത്തിൽ ഈ PM ശ്രീ വിഷയം ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങിയത്, അധികാരത്തിലേറുന്നതിന് മുമ്പ് എന്താണോ പറഞ്ഞത് അതിന് തീർത്തും വിപരീതമായ കാര്യമായിരുന്നു അധികാരത്തിലേറിയതിനു ശേഷം അവർ പറഞ്ഞത്. അവർ അതിനോടൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പറയേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്, PM ശ്രീ നടപ്പിലാക്കേണ്ടി വരുന്നത് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട്. ആ ഒരു വാചകത്തിൽ ഇങ്ങനെ തൂങ്ങിയാടിക്കൊണ്ടായിരുന്നു UDF സർക്കാർ, അല്ലെങ്കിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ഈ വിഷയത്തെ ന്യായീകരിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു? കേന്ദ്രത്തിൽ നമ്മൾ വ്യക്തമായി അവരുടെ തന്നെ ആൾക്കാർ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ആ ഉത്തരം എന്താണ്? PM ശ്രീ സ്കീമിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് പിന്മാറാം, അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അതുമാത്രമല്ല, പിന്മാറിയാൽ ആനുകൂല്യങ്ങൾ നൽകില്ല. അതാണ് അതിനകത്തുള്ള ഏക ഒരു കോട്ട്. അതിനോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ ഈ മറുപടി കത്തിൽ ലഭിച്ച മറ്റൊരു കാര്യം, MOU ഒപ്പിട്ട ശേഷം കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല. അബ്ദുൽ വഹാബിന് MPയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഓരോ JB മേത്തറുടെ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടും ലഭിക്കുന്ന ആ കേന്ദ്രത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് PM ശ്രീയിൽ എന്തായിരുന്നു ഇടത് സർക്കാരിൻ്റെ നിലപാട്. അവർ അതിനുശേഷം പറഞ്ഞ ഓരോ വാക്കും യാഥാർത്ഥ്യമായിരുന്നു എന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഉണ്ടായത്. നമുക്ക് ഫെമിനയിലേക്ക് കൂടി ഒന്ന് പോകാം. ഫെമിന, നോക്കൂ, ഇന്ന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി മറുപടി നൽകിയപ്പോൾ അത് കേരളത്തിലെ UDF സർക്കാരിൻ്റെ മുഖത്തിനേറ്റ ഒരടിയായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. കാരണം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം പൊളിയുകയാണ്. ഇടത് സർക്കാർ ഈ PM ശ്രീയിൽ ഒപ്പിട്ടു എന്നതിനോടൊപ്പം ആ ഒരു ഒപ്പിട്ടതിൽ നിന്നും പിന്മാറി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്നും, ഒപ്പിട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ പിന്മാറ്റത്തിന് ശേഷം യാതൊരു നടപടികളും എടുത്തിട്ടില്ല എന്നും, സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല എന്നും, ഒരു രൂപ പോലും PM ശ്രീയിൽ കൈപ്പറ്റിയിട്ടില്ല എന്നും പറയുന്നത് നമ്മളല്ല, കേന്ദ്രമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു മറുപടിയുടെ മുമ്പിൽ ആകെ തകർന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ UDF സർക്കാർ. അവർക്ക് ഇനിയിപ്പോൾ മുഖം രക്ഷിക്കണമെങ്കിൽ പുതിയ പുതിയ ന്യായീകരണങ്ങൾ കണ്ടെത്തേണ്ടി വരും, അല്ലേ? അതേ സിന്ദൂരി, കഴിഞ്ഞ ദിവസം UDF MPമാർ തന്നെ ചോദിച്ച ചോദ്യത്തിന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ നിന്ന് വ്യക്തമാണ്, ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയും. അങ്ങനെ പിന്മാറുകയാണ് എങ്കിൽ PM ശ്രീ ആനുകൂല്യങ്ങൾ മാത്രമേ ലഭിക്കാതിരിക്കുകയുള്ളൂ, മറ്റു ഫണ്ടുകളൊന്നും ലഭിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്രത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാം ന്യായീകരിച്ചിരുന്നത് കഴിഞ്ഞ LDF സർക്കാർ ഇത്തരത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കാരണം PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നൊരു വാദമാണ് മുൻപോട്ട് വെച്ചിരുന്നത്. എന്നാൽ അത് പൊളിയുന്നതാണ്, UDF സർക്കാരിൻ്റെ കള്ളപ്രചരണങ്ങൾ പൊളിയുന്നതാണ് ഈ രാജ്യസഭയിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച മറുപടി തന്നെ. ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയും എന്ന് വ്യക്തമാക്കുന്നതാണ് UDF MP ആയിട്ടുള്ള അബ്ദുൽ വഹാബിൻ്റെ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നേരത്തെ JB മേത്തർ ഇത്തരത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ കേരളത്തിലെ ഒരു സംസ്ഥാന സർക്കാർ സ്കൂളുകളും ഇത്തരത്തിൽ PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് സ്വീകരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ടുകൾ ലഭിച്ചിട്ടുള്ളൂ. അത്തരത്തിൽ കേരളം നേരത്തെ LDF സർക്കാർ ഇത്തരത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് പിന്മാറുകയായിരുന്നു.